അമേരിക്ക ഉയർത്തുന്ന കനത്ത തീരുവ ഭീഷണി വകവെക്കാതെ ഉക്രൈനിൽ വീണ്ടും ശക്തമായ ആക്രമണം തുടരുകയാണ് റഷ്യ. ഗ്ലൈഡ് ബോംബുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് നടന്ന രൂക്ഷമായ ആക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെല്ലാം അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു. തെക്ക് കിഴക്കൻ സാപ്പോറിഷ്യ മേഖലയിലെ ജയിലിലും മധ്യ ഉക്രൈനിലെ നിപ്രോ മേഖലയിലെ ആശുപത്രിയിലും സിനെൽ നിക്യൂസ്കി ജില്ലയിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. സാപ്പോറിഷ്യയിൽ ഗ്ലൈഡ് ബോംബുകളാണ് റഷ്യ പ്രധാനമായും പ്രയോഗിച്ചത്. ആ ആക്രമണത്തിൽ 17 തടവുകാർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ തടവുകാരിൽ 42 പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിൽ ജയിലിൽ ഉണ്ടായിരുന്ന ഡൈനിങ് ഹാൾ തകർന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ക്വാറന്റൈൻ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകളും സംഭവിച്ചു. എന്നാൽ തടവുകാർ ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഒന്നുമില്ല. നിപ്രോയിൽ കെട്ടിടങ്ങളും ആശുപത്രികളുമാണ് റഷ്യൻ ആക്രമണത്തിൽ തകർന്നു വീണത്. ഈ ആക്രമണത്തിൽ ഗർഭിണി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സിനെൽ നിക്യൂസ്കി ജില്ലയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്, 2 പേർക്ക് പരിക്കേറ്റു. ആസൂത്രിതവും ബോധപൂർവമായ ഒരു ആക്രമണം ആണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു. യുദ്ധം 12 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിനു മുന്നേ 50 ദിവസത്തെ സമയമാണ് പുടിനെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നത്. പുടിന്റെ കാര്യത്തിൽ താൻ നിരാശനാണെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. സ്കോട്ട്ലൻഡ് സന്ദർശനത്തിനിടെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശമുണ്ടായത്. അതിനിടെ അമേരിക്കൻ അന്ത്യശാസനത്തിനെതിരെ റഷ്യയും രംഗത്ത് വന്നു. റഷ്യ എന്ന രാജ്യം ഇസ്രായേലോ ഇറാനോ അല്ലെന്ന് മുൻ പ്രസിഡന്റും സുരക്ഷാ കൗൺസിൽ ഉപമേധാവിയുമായ ദിമിത്രി മെദ്വദേവ് പറഞ്ഞു. ഉക്രൈനെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇനിയും പിന്തുണച്ചാൽ നാറ്റോ രാജ്യങ്ങളിലേക്കും ഈ യുദ്ധം പടരാൻ കാരണമാകുമെന്നും റഷ്യ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരിച്ചടിച്ച ഉക്രൈന്റെ 74 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. സാൽസ്ക് റെയിൽവേ സ്റ്റേഷനുണ്ടായ ഒരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒരു ചരക്ക് ട്രെയിനിന് തീപിടിക്കുകയും പാസഞ്ചർ ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ തകരുകയും ചെയ്തു. അമേരിക്കയും പ്രസിഡന്റ് ട്രംപും അന്ത്യശാസനം നൽകി കളിക്കുകയാണെന്നാണ് പുടിന്റെ അടുത്ത സുഹൃത്ത് കൂടിയായ ദിമിത്രി മെദ്വദേവ് പറയുന്നത്. ഓരോ പുതിയ അന്ത്യശാസനവും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പുമാണ് എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഈ യുദ്ധം എന്ന് പറയുന്ന ഉക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷമല്ല. ഇവിടെ ഞങ്ങൾ യുദ്ധമെന്ന് പറയുന്നത് ട്രംപിന്റെ സ്വന്തം രാജ്യമായ അമേരിക്കയെ കുറിച്ചാണ്. ഓരോ ശാസനയും ആ യുദ്ധത്തിലേക്ക് നയിക്കുന്നു എന്നാണ് മെദ്വദേവ് പറഞ്ഞത്.